ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിങ്ങനെ ഓരോ ദിവസവും കടന്നു ചെല്ലുമ്പോഴും നമ്മുടെ SSLC എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾ ഒരുപാട് പേർക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ട്, ഭയമുണ്ട്, നിങ്ങളുടെ എല്ലാം കോൺഫിഡൻസ് നഷ്ടമായി എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് സ്ഥിരമായി കേൾക്കാറുണ്ട്. മക്കളെ, നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക, പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സന്തോഷം നഷ്ടപ്പെടുത്തണ്ട. എന്നിരുന്നാലും നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അത് പരമാവധി നിങ്ങൾ ചെയ്യുക. പിന്നെ റിസൾട്ട് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ പഠിക്കണം. റെഡിയാണല്ലോ? അപ്പോ ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. റെഡിയാണല്ലോ? റിസൾട്ട് വരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിസൾട്ട് വരും. നമ്മൾ ഇന്ന് SSLC റിവിഷൻ സീരീസിൽ 25ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട 3 കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ട് കാണുക. അപ്പൊ ആ വീഡിയോ കണ്ട ഉടനെ നമ്മുടെ കുറച്ച് കുട്ടികൾ അതിന്റെ കൺസെപ്റ്റ് വേണമെന്ന ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ലളിതമായി ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിനുശേഷം നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ അതിന്റെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിനെ കുറച്ച് അധികം പാർട്ട് നമ്മൾ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതത്തിനു വേണ്ടി ഒരുപാട് പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മക്കൾ പേടിക്കണ്ട, നമ്മളെല്ലാം കവർ ചെയ്ത് പോകും. റെഡിയാണല്ലോ? നിങ്ങളുടെ പരീക്ഷ ആകുമ്പോഴേക്കും എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ അധ്യാപകർക്കുണ്ട്. അത് ഞങ്ങൾ വൃത്തിക്ക് കൃത്യമായി ചെയ്യും. റെഡിയാണല്ലോ? അപ്പൊ നമ്മള് നേരിട്ട് നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റിലേക്ക് പോകണം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ 6 മെയിൻ ടോപ്പിക് ആണുള്ളത്. ഈ ചാപ്റ്ററിൽ 6 മെയിൻ ടോപ്പിക്. അതിൽ ഒന്നാമത്തത് പാരലലോഗ്രാം, സാമാന്തരികമാണ്. രണ്ടാമത്തത് മിഡ് പോയിന്റ്, മധ്യബിന്ദുവാണ്. മൂന്നാമത്തത് റേഷ്യോ അഥവാ അംശബന്ധമാണ്. നാലാമത്തത് സ്ലോപ്പ് അഥവാ ചെരിവാണ്. അഞ്ചാമത്തത് ലൈനിന്റെ ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം. ആറാമത്തത് ഇക്വേഷൻ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം. ഈ 6 ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട 3 ആദ്യത്തെ 3 കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻസുമാണ്. അല്ലെ? കൺസെപ്റ്റ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡിയാണല്ലോ? നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാവാത്തവരും കൺസെപ്റ്റ് മറന്നുപോയവരും ഇതൊന്നുകൂടി മനസ്സിലാവണം എന്നുള്ളവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ടോപ്പിക് പാരലലോഗ്രാം, സാമാന്തരികമാണ്. അപ്പൊ എന്താണ് സാമാന്തരികം? എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. പിന്നെയോ എതിർ കോണുകൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അടുത്തടുത്ത 2 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180, 180 കിട്ടണം. റെഡിയാണല്ലോ? ഇനി ഇതിന്റെ ഡയഗണൽസ്, വികരണങ്ങൾ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്റെ കയ്യിൽ ABCD എന്ന് പറഞ്ഞ ഒരു സാമാന്തരികം, ഒരു പാരലലോഗ്രാം ഉണ്ട്. ഇതിന് 3 വേർട്ടെക്സിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ കോർഡിനേറ്റ് നമുക്കറിയില്ല. സോ നമുക്ക് എക്സാമിന് ചോദിക്കാം, 3 ഉണ്ടാകും, 4ാമത്തത് കണ്ടെത്താനാണ് എക്സാമിന് ഈ പാരലലോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കുക. വളരെ എളുപ്പമാണ്. നമുക്ക് പാരലലോഗ്രാമിന്റെ 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ അറിയില്ല, അതുകൊണ്ട് അതിനെ XY എന്ന് സൂചിപ്പിച്ചു. റെഡിയാണല്ലോ? റെഡി. ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് X കാണണം, അതുപോലെ എന്ത് കാണണം? Y കാണണം. റെഡിയാണല്ലോ? അപ്പൊ X കാണണം എന്നുണ്ടെങ്കിൽ Xന് ഓപ്പോസിറ്റ് ഉള്ളത് അല്ലാത്ത 2 ശ്രദ്ധിച്ചോ? ഇവിടെ നമുക്ക് കാണാത്തത് D ആണ്. അപ്പൊ ഡിയുടെ ഓപ്പോസിറ്റ് അല്ലാത്ത 2 നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്ക് ഡിയുടെ സൂചക സംഖ്യ കോർഡിനേറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എടുക്കണ്ട, പകരം ഡിയുടെ ഓപ്പോസിറ്റ് അല്ലാത്ത 2 എടുത്ത് X ആണ് കാണേണ്ടതെങ്കിൽ ഈ എക്സും കൂടി കൂട്ടിയിട്ട് ഈ X എന്ത് ചെയ്യാം? കുറക്കാം. ശ്രദ്ധിച്ചോ? നമുക്ക് കാണേണ്ട മൂലയുടെ ഓപ്പോസിറ്റ് എടുക്കരുത്. ഓപ്പോസിറ്റ് അല്ലാത്ത 2 മൂല എയും സിയും എടുത്തു. ഈ എയും സിയിലെ എക്സ് കൂട്ടി
ഈ എക്സ് എന്ത് ചെയ്യാ മൈനസ് ചെയ്യാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ശ്രദ്ധിച്ചോ, അപ്പൊ എക്സ് ആണ് കാണാൻ പോകുന്നത്. എക്സ് സമം എക്സ് കാണണമെന്നുണ്ടെങ്കിൽ 1ഉം 6ഉം കൂട്ടണം. 1 + 6 അത് കൂട്ടിയതിനു ശേഷം ഇവിടെയുള്ള എക്സ് ആയ 5 എന്ത് ചെയ്യണം? കുറക്കണം. റെഡി ആണല്ലോ? റെഡി. അപ്പൊ എത്ര കിട്ടി? 1ഉം 6ഉം 7, 7 - 5 എത്ര കിട്ടി? 2. അപ്പൊ എക്സ് എത്ര കിട്ടി? 2. ഇനി y കാണണം. y കാണണമെങ്കിലും അതുപോലെ തന്നെ ഇതിലെ വൈയും കൂട്ടി ഈ y എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 3 + 6 അല്ലെ? ഈ വയ്യും നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ഇനി ഏത് കുറക്കണം? ഈ 3ഉം 6ഉം കൂട്ടിയതിൽ നിന്ന് ഏത് കുറക്കണം? 3 കുറക്കണം. അതായത് -3. 3ഉം 6ഉം 9. 9ൽ നിന്ന് 3 പോയാൽ ബാക്കി എത്രയാണ്? 6. അപ്പൊ d എന്ന് പറയുന്ന സംഖ്യയുടെ സൂചക സംഖ്യ എക്സ് വൈ ആണ് നമ്മൾ എടുത്തത്. എക്സ് 2 കിട്ടി, y എത്ര കിട്ടി? 6 കിട്ടി. സെറ്റ് ആണല്ലോ? എക്സ് 2 കിട്ടി, y എത്ര കിട്ടി? 6 ആണ്. വളരെ എളുപ്പത്തിൽ പാരലലോഗ്രാം സാമാന്തരികത്തിൽ ഈ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടാവുന്ന ചെറിയൊരു കൺസെപ്റ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ കയ്യിൽ ഒരു സാമാന്തരികം, ഒരു പാരലലോഗ്രാം ഉണ്ട്. ഈ കാണുന്നതാണ് പാരലലോഗ്രാം. ഇതിന് പേരില്ല, അപ്പൊ പേര് കൊടുക്കണം. ഇതിന് ഞാൻ എ എന്നും, ഇതിന് ബി എന്നും, ഇതിന് സി എന്നും, ഇതിന് ഡി എന്നും കൊടുക്കണം. അപ്പൊ എ നമുക്കറിയാം, ബി അറിയാം, സി അറിയാം, ഡി നമുക്ക് അറിയില്ല. അറിയാത്തതിന് ഞാൻ എക്സ് വൈ കൊടുക്കാം. അറിയാത്തതിന് ഞാൻ എന്ത് കൊടുക്കാണ്? എക്സ് വൈ. അപ്പൊ എനിക്ക് എക്സ് കാണണം. എനിക്ക് എന്ത് കാണണം? എക്സ് സമം എക്സ് എങ്ങനെ കാണും? എക്സ് എങ്ങനെ കാണും? ഇവിടെയുള്ള എക്സും കൂട്ടിയിട്ട് ഈ കാണുന്ന എക്സ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അതായത് 1 + 7 - 5 സെറ്റ് ആണല്ലോ? എക്സ് സമം 1ഉം 7ഉം 8, 8 - 5 എത്ര കിട്ടി? 3 കിട്ടി. റെഡി? റെഡി. എങ്കിൽ നമ്മൾ y കാണാൻ പോവാണ് മക്കളെ. y എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വൈയും കൂട്ടി ഈ കാണുന്ന y എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് y സമം 4 + 10 അത് രണ്ടും കൂട്ടി മൈനസ് 4ഉം 10ഉം കൂട്ടി എത്ര കുറക്കണം? 6 മൈനസ് ചെയ്യണം. -6. 4ഉം 10ഉം എത്രയാണ്? 14 - 6. 14ൽ നിന്നും 6 കുറച്ചാൽ ബാക്കി എത്ര കിട്ടുക? എക്സ് ആണ് കിട്ടുക. അതായത് ഡിയുടെ സൂചക സംഖ്യ എക്സ് വൈ എന്ന് പറയുന്നത് എക്സിന് പകരം 3 എന്നും വൈക്ക് പകരം എത്രയും കൊടുക്കണം? 8 കൊടുക്കണം. സെറ്റ് ആണല്ലോ? വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഇതാ ഈ കാണുന്നതിന്റെ ഉത്തരം നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾ പേര് കൊടുക്കുക. എ ബി സി ഡി കൊടുക്കുക. ഈ ഡിക്ക് നിങ്ങൾ എക്സ് വൈ കൊടുത്തോ, അതിന്റെ എക്സും വൈയും കാണും. റെഡി ആണല്ലോ? ഇത് നിങ്ങൾ ചെയ്തിട്ട് നിർബന്ധമായും ഇതിന്റെ ആൻസർ ഡിയുടെ സൂചക സംഖ്യ എക്സ് വൈ എത്രയാണെന്ന് എന്റെ മക്കൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. റെഡി ആണല്ലോ? എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് അറിയാനാണ് നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതണം? ഡി. ഞാൻ ഇതിന്റെ പേര് കൊടുത്തരാം. എ ബി സി ഡി ആണ്. അപ്പൊ എ ആണ് നമുക്ക് അറിയാത്തത് നമ്മൾ എക്സ് വൈ കൊടുത്തു. അപ്പൊ മക്കൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തിയിട്ട് എ എക്സ് വൈ എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. റെഡി ആണല്ലോ? എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താണ് കൺസെപ്റ്റ്? മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു. പേരിൽ തന്നെയുണ്ട് മധ്യബിന്ദു. മിഡ് പോയിന്റ് ആണ്, നടുക്കുള്ള പോയിന്റ്. എവിടെ? നടുക്കുള്ള പോയിന്റ്. എന്റെ കയ്യിൽ ഒരു വരയുണ്ട്, ലൈൻ എ ബി. പേരെന്താണ്? എ ബി. ഈ എ ബി എന്ന് പറയുന്ന വരയുടെ മിഡിൽ പോയിന്റ്, ഏറെക്കുറെ നടുക്ക് വരുന്ന ഒരു പോയിന്റ്, ഏറെക്കുറെ അല്ല കൃത്യം നടുക്ക് വരുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റ് ഞാൻ പി എന്ന് കൊടുക്കും. ഈ പോയിന്റ് ഞാൻ എന്ത് കൊടുക്കാണ്? പി കൊടുക്കാൻ പോവാ. അപ്പൊ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എ ബി. ആ എ ബിയുടെ മിഡ് പോയിന്റ് പി ആണെന്ന് വിചാരിച്ചോ, മധ്യബിന്ദു പി ആണ്. അങ്ങനെയെങ്കിൽ ഈ പിയുടെ സൂചക സംഖ്യ കാണാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എക്ക് ഞാൻ x1 y1 കൊടുക്കാം, ബിക്ക് x2 y2 എന്ന് കൊടുക്കാം. അതായത് x1 y1 എന്താ? ഒന്നാമത്തതിലെ x, ഒന്നാമത്തതിലെ y, രണ്ടാമത്തതിലെ x, രണ്ടാമത്തതിലെ y. അങ്ങനെയെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ മിഡ് പോയിന്റ് മലയാളം എന്താണ്? മധ്യബിന്ദു. ആ ദാ മാറിയാൽ മൊത്തം അർത്ഥമാണ് അല്ലെ? ആ ദാ മാറിയാൽ മൊത്തം അർത്ഥമാണ്. എന്താണ് മധ്യബിന്ദു കാണാനുള്ള ഇക്വേഷൻ? x1 + x2/2,
y1 പ്ലസ് y2/2 ചെയ്താൽ കിട്ടുന്നത് എന്താണ്? മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് മക്കളെ. ഇത് മനസ്സിലാവാത്തവർക്ക് ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ ചെയ്തിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറ. എക്സാമ്പിൾ ചെയ്തിട്ട് ഞാനതാ ഒരു വര ഇവിടെ വരച്ചു. ഒരു വര, ഈ വരക്ക് പേര് ഈ വരക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പേര് കൊടുക്കാന്ന് വിചാരിച്ചോ. ഈ വരക്ക് നമ്മൾ പേര് കൊടുക്കാം. ഇത് എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിച്ചു. എയുടെ സൂചക സംഖ്യ 1 3. എയുടെ സൂചക സംഖ്യ എത്രയാണ്? 1 3. അടുത്തതിന്റെ സൂചക സംഖ്യ 3 4 ആണെന്ന് വിചാരിച്ചു. 3 4 വേണ്ട, 3 5 ആണെന്ന് വിചാരിച്ചു. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഈ മധ്യബിന്ദു പി എന്ന് കൊടുത്തു. ഇത് കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ പിയുടെ സൂചക സംഖ്യയാണ് കാണേണ്ടത്. എന്താ ഇക്വേഷൻ? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അതായത് ഒന്നാമത്തതിന്റെ എക്സും രണ്ടാമത്തതിന്റെ എക്സും കൂട്ടി പകുതി കാണണം. ഒന്നാമത്തതിന്റെ വൈയും രണ്ടാമത്തതിന്റെ വൈയും കൂട്ടിയിട്ട് എന്ത് കാണണം? പകുതി കാണണം. അതായത് പി സമം ഒന്ന് പറഞ്ഞേ, ഒന്നാമത്തതിന്റെ എക്സും രണ്ടാമത്തതിന്റെ എക്സും കൂട്ടിയാൽ എത്ര കിട്ടുക? 3 1 4, 4/2. ഇനി ഒന്നാമത്തതിന്റെ വൈയും രണ്ടാമത്തതിന്റെ വൈയും കൂട്ടി പകുതി കാണണം. ഒന്നാമത്തതിന്റെ വൈ 3 ആണ്, രണ്ടാമത്തതിന്റെ വൈ എത്രയാണ്? 5. 3ഉം 5ഉം എത്രയാണ്? 8/2. അതായത് 4/2. 4ന്റെ പകുതി 2, 8ന്റെ പകുതി 4. അപ്പൊ ഇതിന്റെ മധ്യബിന്ദു മിഡ് പോയിന്റ് നമുക്ക് എത്ര കിട്ടി? 2 4. സിമ്പിൾ ആണല്ലോ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എഴുതാം. 2 3 6 5 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായി ഒരു വൃത്തം വരക്കുന്നു. വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ ഏതാണ്? അപ്പൊ 2 3 6 5 എന്ന് പറയുന്നത് വ്യാസത്തിന്റെ രണ്ടറ്റമാണ്. നമുക്ക് അതിന്റെ മധ്യബിന്ദു, കേന്ദ്രം എന്ന് പറഞ്ഞാൽ മധ്യബിന്ദുവാണ് കാണേണ്ടത്. A circle is drawn with a line joining 2 3 6 5 as a diameter. What are the coordinates of the center of the circle? Okay, ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു വൃത്തമുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണത്? ഒരു വൃത്തം. ഈ വൃത്തത്തിന് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രം ഉണ്ടാകും. ആ കേന്ദ്രത്തിൽ ഒരു വ്യാസവും ഉണ്ടാകും. ഇതിനൊരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രത്തിനുണ്ട് വ്യാസമുണ്ട്. ഇനി ഇതിലെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് എത്രയാണ്? 2 3 ആണ്. ഒന്നാമത്തെ പോയിന്റ് എത്രയാണ്? 2 3. രണ്ടാമത്തെ പോയിന്റ് എത്രയാണ്? 6 5 ആണ്. രണ്ടാമത്തെ പോയിന്റ് എത്രയാണ്? 6 5. ഇത് വ്യാസമാണ്, ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ എവിടെയായിരിക്കും? കേന്ദ്രം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ എവിടെയായിരിക്കും? നടുക്കായിരിക്കും. അപ്പൊ നമുക്ക് കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു. മധ്യബിന്ദു കാണാൻ ഇക്വേഷൻ എന്താ? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അതായത് ഒന്നാമത്തിന്റെ എക്സും രണ്ടാമത്തിന്റെ എക്സും കൂട്ടി പകുതി കാണാം. ഒന്നാമത്തതിന്റെ വൈയും രണ്ടാമത്തതിന്റെ വൈയും കൂട്ടി പകുതി കാണാം. മക്കളെ നിങ്ങൾ പറഞ്ഞേ, ഒന്നാമത്തിന്റെ എക്സ് രണ്ടാമത്തിന്റെ എക്സ് 2ഉം 6ഉം 8/2. അടുത്തതോ ഒന്നാമത്തതിന്റെ വൈ പ്ലസ് രണ്ടാമത്തതിന്റെ വൈ 3 പ്ലസ് 5 8 8/2. 8/2 4 4. അപ്പൊ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ, കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ എത്രയാണ്? 4 4 4 4. സെറ്റ് ആണല്ലോ. വെരി വെരി ഈസി ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ കൺസെപ്റ്റ് മൊത്തം ഇന്നും നാളെയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് ഹാർഡ് ആൻഡ് ഈസി ആൻഡ് ആവറേജ് എല്ലാ ലെവൽ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യും? റെഡിയാണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, റേഷ്യോ അഥവാ അംശബന്ധം. നേരത്തെ നമ്മൾ എ ബി എന്ന വരയെ എവിടെയാണ് മുറിച്ചത്? നടുക്ക്, മിഡ് പോയിന്റ്. ഇവിടെ നമ്മൾ എ ബി എന്ന വരയെ അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, നമുക്ക് തോന്നിയോടത്ത് മുറിക്കും. ഒരു റേഷ്യോയിലാണ്, ഒരു അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. സോ ഞാനിതാ ഇവിടെ വെച്ച് മുറിക്കാം. ഇതിന് പി എന്ന് പേര് കൊടുത്തു, XY. ഇതിന് പി എന്ന് പേര് കൊടുത്തു, XY. ഒന്നാമത്തെ പോയിന്റ് x1 y1 എന്നും ബിക്ക് ഞാൻ x2 y2 എന്നും കൊടുത്തു. എന്നിട്ട് ഈ വര മൊത്തം ഏത് അംശബന്ധത്തിൽ ഏത് റേഷ്യോയിലാണ് മുറിക്കുന്നത് വിചാരിച്ചോ? MN. അതായത് മക്കളെ എന്താ സാധനം?
ഇവിടെ മുതൽ ഇവിടം വരെ m, ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ് n. അതായത് 2:3 4:5 എന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ m:n, അതായത് a മുതൽ p വരെ m, p മുതൽ b വരെ n. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ റേഷ്യോ ശ്രദ്ധിച്ചോ, റേഷ്യോ എന്ന് പറഞ്ഞാൽ AP:PB എന്ന് പറയുന്നത് m:n ആണ്. m:n, അതായത് AB എന്ന വരയെ m:n എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടി P. അങ്ങനെയെങ്കിൽ ഈ P യുടെ സൂചക സംഖ്യയാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഈ P യുടെ സൂചക സംഖ്യകളിൽ ഏതൊക്കെയുണ്ട്? x ഉണ്ട്, y ഉണ്ട്. അപ്പൊ ഈ P യുടെ സൂചക സംഖ്യകളിൽ x കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോ. ഈ P യുടെ സൂചക സംഖ്യകളിൽ x കാണാനുള്ള ഇക്വേഷൻ m:x2 plus n:x1 divided by m plus n. സെറ്റ് ആണല്ലോ? m:x2 plus n:x1 by m plus n. ഇനി P യിലെ y സൂചക സംഖ്യ കാണാൻ m:y2 plus n:y1 divided by m plus n. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എന്ത് കാണാൻ? അവസാനം ഇക്വേഷൻ പഠിച്ചു എന്തിനാണ് അറിയണ്ടേ? ഇക്വേഷൻ പഠിച്ച കാര്യമുണ്ടോ? കുറെ തടാപാടാന്ന് പഠിക്കുന്നത് പോലെ, ഏതെങ്കിലും പാട്ട് കാണാതെ പഠിക്കുന്നത് പോലെ ഇതെന്താണെന്ന് വെറുതെ ചൊല്ലി പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് മാത്സിൽ ഇക്വേഷൻ പഠിക്കുന്നത് കൂടെ ഇത് എന്താണ്, ഇത് എന്തിനാണ്, ഇത് എവിടെയാണ്, ഇത് എപ്പോഴാണ്, ഇത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റൂ. അതായത് AB എന്ന വരെ m:n എന്ന അംശബന്ധത്തിൽ റേഷ്യോയിൽ കട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ 2:3 അല്ലെങ്കിൽ 1:3 അല്ലെങ്കിൽ 4:5 ഇതിലൊക്കെ കട്ട് ചെയ്തു. അപ്പൊ ആ അംശബന്ധമാണ് m-ഉം n-ഉം. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ആ അംശബന്ധത്തിൽ ആ റേഷ്യോയിൽ കുറിക്കുന്ന പോയിന്റ് ആണ് P. ആ Pക്ക് ഒരു സൂചക സംഖ്യ കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ. അതിലെ x കാണാനുള്ള ഇക്വേഷൻ ആണ് m:x2 plus n:x1 divided by m plus n. ഇതിലുള്ള y കാണാനുള്ള ഇക്വേഷൻ ആണ് my2 plus ny1 divided by m plus n. സെറ്റ് ആണല്ലോ? ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ ചോദ്യം? The coordinates of the point A is 3,2 and the coordinates of the point B is 8,7. Calculate the coordinates of the point P and Q which divide AB in the ratio given below. ഒരു അംശബന്ധത്തിൽ മുറിക്കുന്നുണ്ട്. ആ അംശബന്ധം പറഞ്ഞിട്ടുണ്ട്. AP:BB 2:3 ആണ്. AQ:QB 3:2 ആണ്. മലയാളം. A എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 3, 2 B എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 8, 7 ആണ്. AB എന്ന വരയെ ചുവടെ പറയുന്ന അംശബന്ധങ്ങളിൽ ഭാഗിക്കുന്ന PQ എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. AP:BP 2:3 ആണ്. AQ:QB 3:2. എന്താ സംഭവം? എന്താ മക്കളെ സംഭവം? നമ്മുടെ കയ്യിൽ ഒരു വരയുണ്ട് എന്ന് വിചാരിച്ചോ. വര വരയ്ക്കാം. നമ്മുടെ കയ്യിൽ ഒരു വര, നല്ല അടിപൊളി സെറ്റപ്പ് വര. ഈ വരക്ക് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ വരയുടെ ഈ പോയിന്റിൽ A എന്നും ഈ വരയുടെ ഈ പോയിന്റിൽ B എന്നും കൊടുത്തു. എന്നിട്ട് A യുടെ സൂചക സംഖ്യ 3,2 ആണെന്നും B യുടെ സൂചക സംഖ്യ 8,7 ആണെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ AP:PB. P എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് P. ഇതിന്റെ അംശബന്ധം പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 2:3. ഇതിന്റെ അംശബന്ധം പറഞ്ഞിട്ടുണ്ട് എത്രയാ? 2:3. അതായത് AP:PB എന്ന് പറയുന്നത് 2:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി m plus n, അതായത് അംശബന്ധങ്ങളുടെ തുക 2 plus 3 എത്രയാണ്? 5 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത്, ശ്രദ്ധിച്ചോ, ഇനി നമുക്ക് കാണേണ്ടത് മക്കളെ P യുടെ x, P യുടെ y. ഈ കാണുന്ന P യുടെ x കാണണം, ഈ കാണുന്ന P യുടെ y. അതായത് x സമം ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്താ? mx2 plus nx1 divided by m plus n. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? x സമം m. m എന്ന് പറയുന്നത് ഇവിടെ എന്താ? 2 ആണ്.
അതായത് 2 ഇൻറ്റു x2 രണ്ടാമത്തെ x എത്രയാണ് 8 പ്ലസ് n എന്ന് പറയുന്നത് 3 ആണ്. ഒന്നാമത്തെ x എത്രയാണ് 3 ആണ്. 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ m പ്ലസ് n രണ്ട് അംശബന്ധവും കൂട്ടി എത്രയാണ് 15 ആണ്. അതായത് x സമം 2 ഇൻറ്റു 8 16 പ്ലസ് 3 ഇൻറ്റു 3 9 ഡിവൈഡഡ് ബൈ 5. അതായത് 16ഉം 9ഉം എത്രയാണ് 25 ബൈ 5. 25 എത്ര 5 5 25 എത്ര 5 എത്രയാണ് 5. അതായത് x സമം നമുക്ക് എത്ര കിട്ടി 5 കിട്ടി. അപ്പൊ പിയുടെ സൂചക സംഖ്യകളിൽ x എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ y കാണണം. y സമം എന്താ m ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. സെറ്റ് ആണല്ലോ. y ഇസ് ഈക്വൽ ടു m എന്ന് പറയുന്നത് 2 ഇൻറ്റു y2 എന്ന് പറയുന്നത് 7 പ്ലസ് n എന്ന് പറയുന്നത് 3 ഇൻറ്റു y1 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 5 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 14 പ്ലസ് 3 2 6 ബൈ 5 സമം 20 ബൈ 5 സമം എത്ര കിട്ടി 4. അതായത് y സമം നമുക്ക് എത്ര കിട്ടി 4 കിട്ടി. സെറ്റ് ആണല്ലോ. y സമം നമുക്ക് എത്ര കിട്ടി 4 കിട്ടി. അതായത് ഈ പോയിന്റ് എ ബി എന്ന് പറയുന്ന പോയിന്റിനെ 2:3 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്താൽ ഈ കാണുന്ന പിയുടെ സൂചക സംഖ്യ ശ്രദ്ധിച്ചോ. ഈ കാണുന്ന പിയുടെ സൂചക സംഖ്യ pxy എന്ന് പറയുന്നത് 5 4 ആയിരിക്കും. എത്രയായിരിക്കും 5 4. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പം. അങ്ങനെ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അത് ഞാനൊന്ന് തുടങ്ങി തരും, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരും. ശ്രദ്ധിച്ചോ. ഒരു വരയുണ്ട്, വര വളയാതെ വരക്കണം. ഒരു വര ഉണ്ടല്ല, ഒരു വര നമ്മൾ വളയാതെ വരച്ചു. ഈ വരയുടെ പേര് എ ബി തന്നെയാണ്. ഈ വരയുടെ പേര് എന്ത് തന്നെയാണ് എ ബി. എയുടെ സൂചക സംഖ്യക്ക് മാറ്റമൊന്നുമില്ല, 32 തന്നെയാണ്. ബിയുടെ സൂചക സംഖ്യ കോർഡിനേറ്റ് 87 തന്നെയാണ്. ഇനി ഇതിലൊരു പോയിന്റ് ഉണ്ട് ക്യൂ ആണ്. ആ ക്യൂനെ ഇവർ കട്ട് ചെയ്യുന്നത് 3:2 കട്ട് ചെയ്യുന്നത് 3:2. അതായത് QB എന്ന് പറയുന്നത് 3:2 ആണ്. Then sum of ratio m plus n, അതായത് രണ്ട് അംശബന്ധം കൂടി കൂട്ടിയത് 3 + 2 എത്ര തന്നെയാണ് 5 തന്നെയാണ് മക്കളെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് മുറിക്കുന്ന എക്സും വൈയും കാണും. ഇത് മുറിക്കുന്ന എക്സും വൈയും കാണണം. പറഞ്ഞ എക്സ് കാണാനുള്ള ഇക്വേഷൻ x is equal to എന്താ mx2 plus nx1 divided by m plus n is equal to 3 into x2 8 plus 2 into x1 എത്രയാണ് 3 divided by 5. x സമം 3 24 plus 2 3 6 by 5 സമം 30 by 5 സമം 6. x എത്ര കിട്ടി 6 കിട്ടി മക്കളെ. y പറഞ്ഞേ y is equal to m into y2 plus n into y1 divided by m plus n is equal to m എന്ന് പറയുന്നത് 3 into y2 എത്രയാണ് 7 plus n എന്ന് പറയുന്നത് 2 into y1 എത്രയാണ് 2 divided by 5 സമം 3 into 7 21 plus 2 into 2 4 by 5. അതായത് 25 by 5 സമം എത്ര കിട്ടി 5 കിട്ടി. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ക്യൂയുടെ സൂചക സംഖ്യ കാണാം. QXY is equal to x 6 ആണ്, y എത്രയാണ് 5 ആണ്. വെരി 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 സിമ്പിൾ. ഇതിന് സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം ഒരു ത്രികോണം നടുക്ക് മുറിച്ചിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതിന് ഉത്തരം കാണാൻ പറ്റാറില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഒരു ത്രികോണത്തിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള അംശബന്ധങ്ങൾ റേഷ്യോ നമ്മുടെ റിലേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ സെൻട്രോയിഡ്, അതിന്റെ മധ്യമ കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട ചില അംശബന്ധങ്ങളുണ്ട്, അതറിയണം.
അതറിയാത്തത് കൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസിന് കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോണത്തിലായിരിക്കും 60 ഡിഗ്രിയാണ് നമുക്ക് അറിയണം. അതറിയാത്ത വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതുപോലെ തന്നെയാണ് ചില കുട്ടികൾ നമുക്ക് പേഴ്സണൽ ആയിട്ടായിരിക്കും ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ത്രികോണൊക്കെ വന്നിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വരയിൽ ഈ പോയിന്റ് എത്രയും ചോദിക്കുമ്പോ ഇവിടെ ഒരു അംശബന്ധം ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. ആ അംശബന്ധം ഏതാണെന്ന് പ്രത്യേകം നമ്മളൊരു നോട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. റെഡിയാണല്ലോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. നമ്മുടെ റിവിഷൻ സീരീസിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായ കോഴ്സ് മക്കളെ, തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടണം. റെഡിയാണല്ലോ? നമുക്ക് 10,000 കുട്ടികളുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. നമ്മളിതിന്റെ നോട്ട്സ്, അത് ഈ ക്ലാസ്സിന്റെ നോട്ട്സ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ സീരീസിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. റെഡിയാണല്ലോ? അതുപോലെ അടുത്ത വർഷം നമ്മൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. റെഡിയാണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.